ആ സുൽത്താനല്ലേ, ഞാൻ കൗൺസിലറാണ്. എന്ത് കെടുത്താണ്ടാ എൻ്റെ വാപ്പ അവിടെ കെടുക്കണേ? 2 മക്കളുണ്ടായിട്ട് വല്ല കാര്യമുണ്ടാ? എന്ത് കെടുത്താക്കി നോക്കിയാളെ പോയിട്ട്. നിങ്ങൾക്ക് 2 ആൾക്ക് 2 വീടുണ്ടായിട്ട് ആ തന്തേനെ ആ തറവാട്ടിലല്ലേ നിങ്ങൾ കൊണ്ടുപോയി കെടുത്തിരിക്കണത്? ഞാനിത് ശക്തമായിട്ട് എതിർക്കൂട്ടാ. എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഞാൻ എന്തായാലും ഇന്നാണ്ട് വരുന്നുണ്ട്. നിങ്ങൾ 2 ആളവിടെ ഉണ്ടാവണം കേട്ടാ. മനോജ് വന്നിട്ട് നമുക്ക് കളിക്കാൻ പോവാം. മനോജ് വരുമ്പോ പോവാം. ആ സാറേ, ഒരു മിനിറ്റ്. എന്താ മക്കളെ? കൗൺസിലറല്ലേ? അതെ 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 അതെ. എന്താ മക്കളെ? സാറിന് ഞങ്ങൾ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലേ? മക്കളെ എത്രയാ പഠിക്കണേ? ഞങ്ങള് ഇട്ടോണ സ്കൂളിൽ 4. നീയാ? 2. നിന്റെ വല്ല ആവശ്യമുണ്ടോ നിങ്ങക്ക്? ഞങ്ങക്ക് കാണാനുള്ള ഇതുകൊണ്ടാണ്. ഓട്ടെന്നാ, എന്തെങ്കിലും ആവശ്യം വിളിക്കണം കേട്ടാ. എന്റെ നമ്പറൊക്കെ അല്ലേ? ശരി എന്നാ, ഓക്കെ ബൈ. ഞാൻ സാറിന് കൈ കൊടുത്തോളാ. എന്ത് തന്തേ? എന്റെ കാലിമൊക്കെ നീര് വന്നിട്ട് പൊഴി ഇങ്ങനെ ചാടുകടാ മോനെ. അതിനൊരു പണിയുണ്ട് വാപ്പാ. ഞാൻ കട്ടിന്റെ അടിയില് ഒരു ബക്കറ്റ് വെക്കാം, അത് നിറഞ്ഞുകൊണ്ട് ഞാൻ കളഞ്ഞോളാം. മോനെ മനേടാ, ഒന്നാ ബക്കറ്റ് നിറഞ്ഞിണ്ടാവൂടാ, ഒന്ന് കൊണ്ടുപോയി കളയടാ മോനെ. വാപ്പാ, ബക്കറ്റില് നിറഞ്ഞിണ്ട്, ഞാൻ കൊണ്ട് കളയാ. എന്തേലും തരണം കേട്ടോ. പന്തലേക്ക് എന്തേലും ഉണ്ടോ? മോനെ, അതിന് 10 റുപ്യ എടുക്കാം. അച്ഛച്ച്, ഞങ്ങൾ എങ്ങോട്ടാ പോണ്? അതെ, ഞാൻ അയമുട്ടിക്ക വയ്യാരെടുക്കത്രേ. നമുക്ക് അതിനെ ഇവിടെ കാണാം, അതിന് പോവുക. എന്താ മൈമുട്ടിയെ, മക്കളും നോക്കണില്ലേ? ഇത് ഗോപിയാണേ. ഗോപി, ആ ബക്കറ്റ് നിറഞ്ഞു നോക്കിയ. എന്താ പക്കറ്റില്? കാലുമൊക്കെ നീര് നിറഞ്ഞില്ല. പൊന്നാര മൈമുട്ടി, അത് കാരിപ്പക്കറ്റാടോ. അന്നാ ചെക്കൻ ഭരിച്ചിണ്ടാവും, കാശ് വാങ്ങിണ്ടാവൂലേ? അല്ല, സുൽത്താൻ വരാറില്ലേ? നേരൊക്കെ തളരിയാണ്, കൈ നേരൊക്കെ പോയ. എന്നാ ഡോക്ടറെ വിളിക്കട്ടെ. ഹലോ, കൗൺസിലറല്ലേ? നമ്മുടെ മൈമുട്ടിക്കാര് തീരെ വയ്യ, ആ ഡോക്ടറെ കൂട്ടിട്ട് വരുമോ? ആ ഗോപേട്ടാ, ഞാൻ ഡോക്ടറെ കൂട്ടിട്ട് വരാട്ടാ. പോരാ, ആയിക്കോട്ടെ, ഓക്കെ ശരി. വണ്ടി അവിടെ നിർത്തിയ നന്നായിട്ടോ. ആ, റോഡ് വീതി കുറവാ. ഒന്നര ഡോക്ടറെ, ചേക്കന്മാരൊന്നും പറ്റുള്ള തന്തേനെ നോക്കണില്ലേ? 2 ആൾക്കും 2 നല്ല വീടുകളുണ്ട്. ഈ പൊട്ടിയ വീട്ടിലാണ് ഇപ്പൊ തന്തേനെ കിടത്തിക്കണത്. വളരെ മോശ ചെക്ക. തന്ത വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഗോപിയേട്ടാ എപ്പഴാ വന്നേ? ഞാൻ കുറച്ച് തീരെ വയ്യ. ആ ചേക്കന്മാര് നോക്കണില്ലേ, എന്താ ചെയ്യാ? വന്നപ്പോ അതാ സാറിനെ ഞാൻ വിളിച്ചത്. അച്ഛോ, അച്ഛാ, എന്ത് പറ്റി? ഒരു ശ്വാസം വലിച്ചു വിടുവോ? ഒന്ന് വലിച്ചു വിടൂ. അച്ഛാ, ഒന്ന് ചെറിയ കിടക്കൂ. അതെ, കുറച്ച് പ്രായത്തിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം ഞാനൊന്ന് മരുന്ന് കഴിച്ചത്. ആയിക്കോട്ടെ, വാങ്ങിട്ട് കൊടുക്കാം. ദൂരെയും കുറവാണ്. അതെ. ഈ മക്കൾ എത്ര പേരുണ്ട്? തീരെ തിരിഞ്ഞു നോക്കണില്ല ആരും. സാറിനോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 മക്കളാണ്, തിരിഞ്ഞു നോക്കണില്ല. ഞാൻ വിളിച്ചോട്ടെ കേട്ടോ.
ആ സുൽത്താന എവിടെ? ഞാനിവിടെ ഉണ്ട്. ഞാൻ ഇവിടെ റോട്ടിലേക്ക് വന്നിക്കാം. അന്ന് വീട്ടിലേക്ക് വേഗമായി കേട്ടാ. ആരാ സംസാരിക്കണേ? ഞാൻ കൗൺസിലറാണേ. ഞാനിവിടെ റോട്ടിലാണ്. ഞാൻ ഡോക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ വരണോ ഞാന്? അപ്പൊ വേഗമാ, സീരിയസ് ആണ്. ഓക്കെ. ഈ ഇവിടെ ഉണ്ടല്ലേ? നീ മരുന്ന് മേടിച്ചേ കൊടുക്കട്ടോ. ഞാനാണ് ആക്കി തരാം. കേട്ടോ പോവാണ്ട്. എന്നാ ശരി കേട്ടാ. നന്ദി. എടാ ഈയൊക്കെ ഇവിടെ ഉണ്ടായിട്ടാ വാപ്പാനെ നോക്കാത്ത? പണിയും തൊഴിലൊന്നും ഇല്ല. ഞാൻ എന്നിട്ട് എന്തുകൊണ്ട് നോക്കാനാ വാപ്പാനെ? പണിയില്ലാച്ചാല് വാപ്പന്നല്ലേ? കേട്ടോ. എന്താ വിളിച്ച്? പാപ്പ കിടക്കണ കണ്ടില്ലേ? പാപ്പാക്ക് തീരെ വയ്യ. ആണൊക്കെ ചെയ്ത് ഞാനിപ്പോ എന്താ ചെയ്യണ്? ഡോക്ടറെ ആശുപത്രി കൊണ്ടുപോകണ്ട. ഞങ്ങള് നോക്കണേ. മക്കളുണ്ടായിട്ട് എന്താ കാര്യമുള്ള നിങ്ങളുണ്ട്? പാപ്പാനെ അവിടെ കൊണ്ടേ നോക്കാച്ചാ അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് പാപ്പാനെ അവിടെ നോക്കാൻ പറ്റില്ല. എന്നാ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അതിനോട് സമ്മതിക്കില്ല. ഞാൻ എന്താ ചെയ്യും? പെണ്ണായിട്ട് പറഞ്ഞാൽ കേട്ടടക്ക. വല്ലാത്തൊരു കഷ്ടായി പോയിട്ടാ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? 2 മക്കളുണ്ടായിട്ടെ ഒന്ന് കണ്ടില്ല. ഒന്ന് അവിടെ ഇവിടെ പാപ്പ വയ്യാണ്ട് എടുക്കണില്ലേ? ഇതേമാതിരി നിങ്ങൾക്കും സംഭവിക്കില്ലേ? വയസ്സായി കഴിഞ്ഞ പിന്നെ ആരാ നോക്കാൻ വയ്യെങ്കിലേ ഇവിടെ വിട്ട് പറയും. ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോ അവള് പറഞ്ഞ അപ്പുറത്ത് നീങ്ങാൻ പറ്റില്ല. ഇന്നോട്ടൊരു മാർഗമില്ല. എന്നാലും അവിടുന്ന് മാറിപ്പോടുന്ന് നോക്കാൻ വയ്യെങ്കിലേ ഞാൻ നോക്കി പോണ്ടാ. ഇതുപോലത്തെ ഒരു വാപ്പേ എനിക്കുണ്ട്.